ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ ആകെ കലിപ്പിലാണ് കേട്ടോ. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് കൃഷ്ണമംഗലത്ത്. അപ്പോൾ തന്നെ അച്യുതൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മേ ഒന്ന് സമാധാനിക്ക്, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞോ, എന്താണ് നീ പറയുന്നത്? എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എത്ര നിസ്സാരമായിട്ട് നീയൊക്കെ ഈ പറയുന്നത്? ഞാനേ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അമ്മേ. ആലോകന് സംഭവിച്ചൊരു അബദ്ധമല്ലേ, അങ്ങനെ കരുതി അമ്മയ്ക്ക് ക്ഷമിച്ചൂടെ? എടാ, അറിയാതെ സംഭവിക്കുന്നതല്ലേ അബദ്ധം. ഇതിപ്പോൾ കരുതി കൂട്ടി അവൻ്റെ അപ്പച്ചിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതാണോ അപകടം എന്ന് പറയുന്നത്? തക്ക സമയത്ത് ആരും വന്നില്ലായിരുന്നെങ്കിലോ ഇന്ന് ആ വീട് ഒരു മരണ വീടായി മാറൂലേ? അതുമാത്രമല്ല, എൻ്റെ വീട് ഗോമതി ഭൂമിയിലുണ്ടാവുമായിരുന്നോ? ചിന്തിച്ചോ നീയൊക്കെ? എത്ര നിസ്സാരമായിട്ടാണ് അവൻ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവർ ശരിക്കും സങ്കടപ്പെട്ട് കരയാട്ടോ. അപ്പോൾ നമ്മൾ അനന്തൻ അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, അമ്മേ ക്ഷമിക്കാൻ അമ്മേ. അപ്പോൾ രാജശ്രീ വന്ന് പറയുന്നുണ്ട്, അമ്മേ എന്ന് പറഞ്ഞ് ദേഹത്തൊക്കെ കൈവയ്ക്കുമ്പോൾ തുടരുതെന്നല്ലേ നിന്നോടൊക്കെ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യ്, എല്ലാവരും കൂടെ എന്നെ അങ്ങ് കൊന്നേരെ, പിന്നെ എനിക്ക് കാണുകയും കേൾക്കുകയും ഒന്നും വേണ്ടല്ലോ. വന്നേക്കുന്നു ന്യായം പറയാനായിട്ടും സംസാരിക്കാനായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ദേഷ്യത്തിൽ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് സുകന്യ പതിവ് പോലെ കൃഷ്ണമംഗലത്ത് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ വന്നുടനെ തന്നെ അവിടെ എന്തോ ബഹളം നടക്കുകയാണ്, സംസാരം നടക്കുകയാണെന്ന് മനസ്സിലാവുമ്പോൾ അകത്തേക്ക് കയറുന്നില്ല. അവിടെ മറഞ്ഞ് നിൽക്കുകയാണ് ഇവരെന്താ സംസാരിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്ദിതയാണെങ്കിൽ ഇന്ദിരാമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ആര് പറഞ്ഞു എൻ്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല? ഞാൻ അനുഭവിക്കുന്ന വേദന അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? എനിക്കിതൊന്നും കാണാനും കേൾക്കാനും ഒന്നും വയ്യ. പട്ടിണി കിടന്ന് ഞാൻ മരിച്ചോളാം, ചത്തോളാം. ഇനി എനിക്ക് ജീവിച്ചിരിക്കണ്ട. അപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ സമാധാനമാവുമല്ലോ. മക്കൾ ഐക്യത്തോടെ ഇരിക്കുന്നത് കണ്ട് സമാധാനത്തോടെ ജീവിക്കണമെന്നുള്ളത് അതെൻ്റെ ആഗ്രഹമായിരുന്നു. അതെനിക്ക് വിധിയില്ല. അത് നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആത്മഹത്യ ചെയ്യാൻ എനിക്ക് വയ്യ. ഇങ്ങനെ പട്ടിണി കിടന്നെങ്കിലും എൻ്റെ ജീവിതം ഞാനിങ്ങനെ അവസാനിപ്പിച്ചോളാം. ആഹാ, ഈ തള്ള കൊള്ളാമല്ലോ, ഒടുക്കത്തെ ഷോയാണല്ലോ കാണിക്കുന്നത് എന്ന് സുകന്യ അവിടെ മറിഞ്ഞു നിന്ന് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ അനന്തന് സങ്കടമാവുന്നുണ്ട്. അനന്ത ഓടി വന്ന് അമ്മയടുത്ത് പറയാം, അമ്മയുടെ മൂത്ത മകൻ എന്നുള്ള രീതിയിൽ ഞാൻ അമ്മയ്ക്ക് വാക്ക് തരാം. ഇനി ഇങ്ങനൊരു കാര്യം ഈ വീട്ടിൽ നടക്കില്ല. ഇല്ല അനന്ത, എൻ്റെ മക്കളിലുള്ള വിശ്വാസം എല്ലാം എനിക്ക് അവസാനിച്ചു. ഇതല്ല, ഇതിൽ വലുതും ഇനി ഇവിടെ നടക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല അമ്മേ, ഒരിക്കലും ഇല്ല. എടാ, കൃഷ്ണമംഗലത്തെ സ്വത്തുക്കൾ മുഴുവനും ഗോമതിയുടെ പേരിലാണെന്ന് അറിഞ്ഞത് മുതൽ അവളെ ഇല്ലാതാക്കണമെന്ന് തോന്നിയില്ലേ നിങ്ങൾക്ക്? അതല്ലേ ഇപ്പം നടന്നത്? ഇത്രയും പറയണതും സുകന്യ അങ്ങ് വാ പൊളിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ടോ. കാരണം സ്വത്തുക്കൾ മുഴുവനും നമ്മുടെ ഗോമതി ചേച്ചിയുടെ പേരിലോ? ഇത്രയും നാൾ അറിയാത്തൊരു രഹസ്യമാണ് നമ്മൾ സുകന്യ അറിഞ്ഞിരിക്കുന്നത്. ആകെ ഞെട്ടിത്തരിച്ച് സുകന്യ അവിടെ നിൽക്കാൻ കേട്ടോ. അവളവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെ ആരും കാണുന്നില്ല. അങ്ങനെ ഇന്ദിരാമ്മ വീണ്ടും ഇന്ദിരാമ്മ മക്കളോടത്ത് സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാം എല്ലാം അവൾക്കാണ്. ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നതെന്ന് ഗോമതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തട്ടിയെടുക്കുമെന്ന്, അവൾ തട്ടിയെടുക്കുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അവളെ അങ്ങ് അവസാനിപ്പിക്കണം. അതാണ് ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലാക്കുക. അത് ശരി. അപ്പോഴാണ് വീണ്ടും സുകന്യ മറിഞ്ഞെന്ന് ആലോചിക്കുകയാണ്. അത് ശരി, അപ്പോൾ ഞാൻ അറിയാത്ത കുറേ രഹസ്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ? ഒന്നും ഞാനപ്പോൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ അനന്തം വീണ്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്, അമ്മേ വസ്തുക്കൾ കൈവിട്ട് പോകുമെന്നും സ്വത്തുക്കളൊക്കെ പോകുമെന്നും ഒക്കെ ഉള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട്. അത് ഞാൻ മറയ്ക്കുന്നില്ല. എന്നാലും ആർക്കായാലും കാണുമല്ലോ അമ്മേ അതൊക്കെ. അതിനപ്പുറമുള്ള ഒരു ദുഷ്ചിന്തയും ഞങ്ങൾക്കാർക്കും ഇല്ല. ഗോമതി ഞങ്ങളുടെ കൂടെ അനിയത്തിയല്ലേ? അല്ല അല്ല അല്ല, കൂടപ്പറപ്പായിട്ടല്ല നിങ്ങളാരും അവളെ കാണുന്നത്. കൂടപ്പറപ്പ് കണ്ടിരുന്നെങ്കിലേ ഇപ്പം ഇങ്ങനെ ചോരയാണെന്നെങ്കിലുള്ള സ്നേഹവും നിങ്ങൾക്ക് അവളോടുണ്ടോ? ഇല്ല. അവൾ നിങ്ങൾക്ക് ശത്രുവാണ്, മനസ്സിലായോ? അതുമാത്രമല്ല, നിങ്ങളുടെ സ്വത്തുക്കളുടെ അവകാശി ആവാൻ പോകുന്നവളാ ഗോമതി. അത് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഗോമതി എന്ന് പറഞ്ഞാൽ. അല്ലാതെ കൂടപ്പറപ്പിനുള്ള സ്നേഹമോ കരുതലോ ഒന്നും നിങ്ങൾക്കില്ല. അപ്പം വീണ്ടും അനന്തൻ, അമ്മേ ഞാൻ വീണ്ടും പറയാണ്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളെല്ലാവരും അമ്മയ്ക്ക് ഒരുമിച്ച് വാക്ക് തരാം. ഇനി ഇത് ആവർത്തിക്കില്ല. സത്യം 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 എന്നിങ്ങനെ പറയാം. അപ്പോൾ തന്നെ അച്യുതൻ ഇത്രയും കേട്ടോണ്ടെന്ന് അടുത്തേക്ക് വന്നിട്ട്, അതേ അമ്മേ, ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി. ഒന്നല്ല, ഒരുപാട് സംഭവിച്ചു. എല്ലാത്തിനും ഞാൻ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയാണ്. അപ്പോൾ ഉടനെ രാജശ്രീ അങ്ങോട്ട് വന്നിട്ട്, അമ്മേ എല്ലാം ഇതോടെ അവസാനിച്ചു. അമ്മ ഞങ്ങളെ മനസ്സിലാക്കണം. അപ്പോൾ മക്കളുടെ ഈ ഒരു താഴ്മയും ഇങ്ങനെയൊക്കെ വന്ന് പറയുമ്പോഴേ ഏതൊരമ്മയും മനസ്സലിയൂലേ? അപ്പോൾ തന്നെ അവരും വല്ലാതെ അങ്ങ് മനസ്സലിഞ്ഞു പോയി. അപ്പോൾ നന്ദിത വന്ന് പറഞ്ഞിട്ട്, മതി അമ്മേ,
അമ്മ വന്ന് ആഹാരം കഴിക്കുക. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ അമ്മ പറയുന്നത് എന്തും ഞങ്ങൾ അനുസരിച്ചോളാം അമ്മേ. ഞാൻ കഴിച്ചോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറയാൻ അവർ. അങ്ങനെ എന്തായാലും അമ്മ ഒന്ന് അടങ്ങി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവാണ്. രാജശ്രീ തിരിഞ്ഞു നോക്കണതും എല്ലാം കേട്ടും കൊണ്ട് സുകന്യ അവിടെ നിൽക്കാൻ കേട്ടോ. ഈശ്വര ആകെ പെട്ടുപോയി. ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഇവളിപ്പോൾ എല്ലാം കേട്ട് കാണോ ഈശ്വര? കൃഷ്ണമക്കളുടെ സ്വത്തുക്കളെല്ലാം ഗോമതിയുടെ പേരിലാണെന്ന് ഇവൾ മനസ്സിലാക്കി കാണോ? പോയല്ലോ എല്ലാം. അല്ല, ഇതാര്? സുകന്യ, വാ അകത്തേക്ക് കയറി വാ. ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നേരെ മുറിക്കകത്ത് കൊണ്ടുപോയി AC ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ അങ്ങനെ അതിനാണല്ലോ ഓടി വരുന്നത്. അപ്പോൾ AC നല്ല തണുപ്പുണ്ടോ മോളെ? തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ AC ഇല്ലാതെ തന്നെ എൻ്റെ മനസ്സ് തണുത്തല്ലോ ചേച്ചി. ചൂടത്രയും ചേച്ചിക്കാണെന്നാണല്ലോ തോന്നുന്നത്. എനിക്ക് ചൂടോ? എന്താടി നീ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെന്നേ, കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ല, നീ നേരത്തെ അവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? കൃഷ്ണമംഗലത്ത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നൂടെ? അതിന് സമയവും കാലമൊക്കെ നോക്കണോ ചേച്ചി? അങ്ങനെയൊന്നും ചോദിച്ചതല്ല മോളെ. അല്ല, നീ വന്നത് കണ്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അന്ന് വീണ്ടും പറയണ്ടോ. അപ്പം എന്താ രാജശ്രീ ചേച്ചിക്ക് ആകെ ഒരു പരിഭ്രാന്തി? ഈ തണുപ്പത്ത് പോലും ഒന്ന് വിയർക്കുന്ന പോലെ എനിക്ക് തോന്നണല്ലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതിനു മുമ്പേ വിയർത്ത് കുളിച്ചിരിക്കും. നമ്മൾ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ മറ്റൊരാൾ അറിഞ്ഞു എന്നറിയുമ്പോൾ ആരായാലും ഒന്ന് കിടുങ്ങി പോവില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് രാജശ്രീ ഞെട്ടിപ്പോകണം കേട്ടോ. രാജശ്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ, കൃഷ്ണമംഗലത്തെ സ്വത്തുക്കൾ മുഴുവനും ഗോമതിയുടെ പേരിലാണെന്നുള്ള കാര്യം ഇവൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ അടുത്ത് സംഭവിക്കുന്നത്? ചേച്ചിയുടെ മൈൻഡ് വോയിസൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി എന്താ പറഞ്ഞത്? അവളെ പറഞ്ഞതല്ല ഇവൾ കേട്ടു, അങ്ങനെയല്ലേ ചേച്ചി ഇപ്പോൾ ചിന്തിച്ചത്? അല്ല മോളെ, അതെ സത്യം, ഞാനെല്ലാം കേട്ടു ചേച്ചി. അല്ല മോളെ, അത് വേറൊന്നുമല്ല. നിൽക്കി ഞാൻ പറയട്ടെ. നമ്മൾ രണ്ടുപേരും പരസ്പരം ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമല്ലേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ചേച്ചി. ഇനിയും കിടപ്പുണ്ടല്ലേ? അല്ല മോളെ, അമ്മ പറഞ്ഞത് കേട്ടിട്ടാണോ നീ അങ്ങനെ പറയുന്നത്? അത് പണ്ടെങ്ങാണ്ടോ ഗോമതിയുടെ പേരിൽ എന്തോ എഴുതി വെച്ചതിൻ്റെ കാര്യമാണ്. ആണോ? പിന്നെ വിൽപ്പത്രത്തിൻ്റെ കാര്യമൊന്നും മുഴുവൻ സ്വത്തുക്കളും എല്ലാം ഗോമതി ചേച്ചിക്കാണെന്ന് ഞാൻ കേട്ടല്ലോ. കൃഷ്ണമംഗലം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉടമ തന്നെ ഗോമതി ചേച്ചിയാണല്ലേ? മോളെടി, അങ്ങനെയല്ല, എങ്ങനെയൊന്നും അല്ലെന്ന്. പിന്നെ ചേച്ചി, മുന്നിലേ സുകന്യയാണ് നിൽക്കുന്നത്. അഭിനയമൊന്നും ഇങ്ങോട്ട് വേണ്ട. അതിനാരഭിനയിച്ചു? അവിടെ അമ്മ പറഞ്ഞതിനെ കുറിച്ചാണെങ്കിൽ എടി, അത് പണ്ടെങ്ങാണ്ടുള്ള രേഖയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അച്ചുവേട്ടനെ രജിസ്റ്റർ ഓഫീസിൽ പോയെങ്കിലും ചോദിച്ചിരുന്നു, വക്കീലിനോടും ചോദിച്ചിരുന്നു. ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. പിന്നെ സാക്ഷിയും വകുപ്പും ഒന്നുമില്ലാതെ എഴുതി കൊടുത്തതിന് ഒരു വിലയില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പാവം അമ്മ ദേഷ്യം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജയിക്കാൻ വേണ്ടി ഇതൊക്കെ അങ്ങ് വിളിച്ച് പറയും. പണ്ടേ അങ്ങനെയാ. അത് ശരി. അപ്പോൾ ഈ വിൽപ്പത്രം അത്ര കുഴപ്പം പിടിച്ചതൊന്നും അല്ലല്ലേ രാജശ്രീ ചേച്ചി? അങ്ങനെയൊന്നുമില്ല. നീ അവിടെ ഇരിക്കെ, ഞാൻ ചൂടുള്ള ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. വേണ്ട ചേച്ചി, എൻ്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞു പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനൊരു വിൽപ്പത്രം ഉള്ള കാര്യമേ ഗോമതി ചേച്ചിക്ക് അറിയോ? അല്ല എടി, ഇതിനൊന്നും അത്ര വിലയുള്ള കാര്യമല്ലേ. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അങ്ങനെയാണല്ലേ? എന്നാലേ ഞാൻ ദേവമംഗലത്തേക്ക് പോട്ടെ. അയ്യോ സുകന്യ, അവിടെ നിൽക്കടി. ഇല്ല, എനിക്ക് അങ്ങോട്ട് പോകണം. പാവം ഗോമതി ചേച്ചി ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുന്നതൊക്കെ ഒന്ന് പോയി സഹായിച്ച് നോക്കട്ടെ. ഒന്ന് നോക്കിയാൽ ഗോമതി ചേച്ചി ഒരു പാവ, ഒരു കുടുംബത്തിന് വേണ്ടി ആരോഗ്യം നോക്കാതെ അധ്വാനിക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അവിടെ ഇട്ടിട്ട് നേരെ സുകന്യ അപ്പുറത്തേക്ക് പോകാൻ കേട്ടോ. രാജശ്രീ ഇപ്പോൾ പേടിച്ച് പറിച്ച് അമ്മയായിട്ടെല്ലാം നശിപ്പിച്ചല്ലോ ദൈവമേ. എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് സുകന്യ ഇവിടുന്ന് പോയതും. ഇനിയിപ്പോൾ പ്രശ്നങ്ങളാവുമല്ലോ ഈശ്വര, എല്ലാം ഗോമതി അറിയോ? അങ്ങനെ വിചാരിച്ച് അവർ പേടിച്ച് നിൽക്കാൻ കേട്ടോ. സുകന്യ നേരെ വരുമ്പോഴത്തേക്കിനും ഗോമതിയും ഇത്രയും കൂടെ അടുക്കളയിൽ കയറി നിൽക്കുകയാണ് പണിയായിട്ട്. ഇതും കണ്ടുകൊണ്ട് ഓടി ഇങ്ങോട്ട് വരുമോ? എന്തൊരു മണം! ഗോമതി ചേച്ചി, ആ കറി ഒന്ന് ഇച്ചിരി എനിക്ക് തരുമോ? ടേസ്റ്റ് നോക്കാനാ? ആണോ? പെട്ടെന്നൊരു സ്വഭാവമാറ്റം, ഭയങ്കര സ്നേഹം. അങ്ങനെ കറി കൊടുക്കുന്നു, ടേസ്റ്റ് നോക്കുന്നു. ചേച്ചി, എന്നെ കൂടെ ഒന്ന് കുക്കിംഗ് പഠിപ്പിച്ച് തരാമോ? പിന്നെന്താ, എനിക്കും പഠിക്കണം ചേച്ചി എന്നും പറഞ്ഞ് കൂടെ പറ്റി നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഇത്രയ്ക്കൊക്കെ സംശയം, എന്തേ ഇത്ര പെട്ടെന്നൊരു സ്നേഹം? എന്തോ കുഴപ്പമുണ്ടല്ലോ. മോളെ മിത്രേ, നീ എന്തിനാ ഇവിടെ അടുക്കളയിൽ വന്ന് നിൽക്കുന്നത്? ചെല്ല്, നിനക്ക് ഒത്തിരി പഠിക്കാനുള്ളതല്ലേ, പൊക്കോ. ഞാൻ ഗോമതി ചേച്ചിയോട് നിന്നോളാം കേട്ടോ. അങ്ങനെ മിത്ര അവിടെ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി നിർത്താണ്. എന്നിട്ട് ഗോമതിയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പച്ചക്കറി എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ അങ്ങനെ വാചാലായിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ നിന്നെല്ലാം ഫുഡൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് നമ്മുടെ ബാലം വരുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ ബാലം വന്ന് ഫ്രൂട്ട്സൊക്കെ കൊണ്ട് അനുമോളുടെ കൊടുക്കുകയാണ്. പറയും ദേവിക്കുള്ളതാണ് കൊണ്ടുവച്ചേ. അപ്പോൾ അതിൽ നിന്നൊരു ആപ്പിളൊക്കെ എടുത്ത് അനുമോൾ കടിക്കുകയാണ്. കഴുകാതെ കഴിക്കരുതടി എന്ന് ബാലൻ പറയാണ് കേട്ടോ. അങ്ങനെ ഗോമതിയുടെ
അമ്മേ ദേ ഫ്രൂട്ട്സ് ഏട്ടത്തിക്കുള്ളതാ, നീ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇതൊന്ന് മുക്കി വയ്ക്കുക ചെല്ല് എന്ന് പറഞ്ഞ് നമ്മുടെ അനുമോളോട് അങ്ങോട്ട് പറഞ്ഞു വയ്ക്കണം. അങ്ങനെ വന്നിരിക്കുക ബാലേട്ടാ കഴിക്കാം. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാലൻ ആ ടേബിളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വരും കേട്ടോ. മീനാക്ഷിയും ഇത്രയും അനുമോളും ഒക്കെ വരുവാണ്. ആ സമയത്ത് ദേവിയും വരണുണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊണ്ട് വച്ചിരിക്കുന്ന സമയത്ത് സുകന്യ ഓടിക്കൊണ്ട് വരുക. അയ്യോ ചേച്ചി വിളമ്പണ്ട, ഞാൻ വിളമ്പിക്കോളാം, നിങ്ങളെല്ലാവരും ഇരിക്കുക. എന്താ സുകന്യ അങ്ങനെ? അതൊന്നും കുഴപ്പമില്ല, ഇരിക്കുക. അങ്ങനെ എല്ലാവരും പിടിച്ചിരുത്തുന്നു. ദേവിയൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടിരുത്തുക കേട്ടോ. ആക്കി സ്നേഹം, കാരണം ദേവിയും കോടീശ്വരൻ്റെ മകളാണല്ലോ. ഇനിയിപ്പം നമ്മുടെ കോടീശ്വരി ആയിട്ടുണ്ട് ഗോമതിയും. അങ്ങനെ എല്ലാവരെയും അങ്ങ് സ്നേഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീനാക്ഷിയും ഇത്രയും നോക്കി എന്താ ഇത്ര സ്വഭാവത്തിന് മാറ്റം? എനിക്കെല്ലാവർക്കും വലിയൊരു ഭൂകമ്പം വരുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അവരങ്ങ് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലനോട് ഗോമതി പറയാം, ബാലേട്ടാ ഇന്നത്തെ കറിക്ക് എന്തെങ്കിലും സ്പെഷ്യലോ ടേസ്റ്റോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നോക്കാൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതെല്ലാം സുകന്യ ഉണ്ടാക്കിയതാ? ആണോ? സുകന്യക്ക് ഈ പരിപാടിയൊക്കെ അറിയോ? അവൾ എൻ്റെ കൂടെ നിന്നതൊക്കെ പഠിച്ചു. അത് ശരി. എന്തായാലും ബാലേട്ടാ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് വൈകി. ഇപ്പോഴാണ് ഞാൻ ഗോമതി ചേച്ചിയും എല്ലാവരെയും ഒക്കെ മനസ്സിലാക്കി വന്നത്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ വായിന്ന് പറഞ്ഞു പോയി. പിന്നെ കടയിലെ ധർമ്മേട്ടൻ്റെ ശമ്പളത്തെക്കുറിച്ചൊക്കെ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാ. എന്നോട് ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും സുകന്യയുടെ ഈ മാറ്റം ഈ കുടുംബത്തിൽ നല്ലതേ വരത്തുള്ളൂ. പോരാഞ്ഞിട്ട് സുകന്യ ഇനി പാചകത്തിലൊക്കെ കുറച്ചുകൂടെ ആയി നല്ല രീതിയിലായ ഇങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ ബാലൻ ഉപദേശം കൊടുക്കുക. കഴിക്കുക ബാലട്ട കഴിക്കുക. അങ്ങനെ ബാലന് വിളമ്പി കൊടുക്കണോ. തൊട്ടിപ്പുറത്തൊന്നും ദേവിക്ക്, അയ്യോ എന്താ ദേവി നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഗർഭിണി 1.5 മാസമായി, നിനക്ക് ഇനിയെങ്കിലും നല്ല ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ദേവിക്കും വാരി കോരിയൊക്കെ കൊടുക്കുന്നു. ആകെ വീട്ടിലൊരു സന്തോഷമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേന് നമ്മുടെ മിത്ര പോലീസുകാരില്ലേ, മിത്രയ്ക്ക് അന്നേരം മുതൽ ഇതിലെന്തോ കള്ളത്തരം ഉണ്ട്, അത് കണ്ടുപിടിക്കണമെന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ട്. പിന്നെ മീനാക്ഷി ആള് ജഗജില്ലയാണല്ലോ. മിത്രയെ നോക്കിയിട്ടോ കണ്ണിറക്കിയിട്ട് പറയാം, എന്തോ കളിയുണ്ട് മിത്രേ, ഇതിൽ നമുക്ക് കണ്ടുപിടിക്കണമെന്ന് അവർ തീരുമാനിക്കണം കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്